ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് ഇവിടെ സുഖമായി പോകുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്ന് നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് മോൻ വരുന്ന ദിവസമായതുകൊണ്ട് അവന് കോളേജിൽ ലീവാണ് 2 ആഴ്ച. അപ്പോൾ അവൻ വരുന്ന ദിവസമാണ്. അവൻ 7:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുന്നേ നമ്മൾ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കുടിച്ചാലല്ലേ നമുക്കൊരു എനർജി തന്നെ കിട്ടുള്ളൂ കിച്ചണിൽ ബാക്കി പണികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ അതാ ഇപ്പോൾ നമ്മൾ ചായ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് പോയി നോക്കാൻ വിചാരിച്ചു. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇപ്പം നായ്ക്കളുടെ ശല്യം കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും കയറി മറിഞ്ഞ് വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു തണവൊക്കെ ഉണ്ട്. ചൂടല്ല ഇപ്പോൾ. രാവിലെ പുലർച്ചയൊക്കെ ആകുമ്പോൾ ചെറിയ തണവ് ഉണ്ടാവും. കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. പണികൾ എടുക്കുന്ന കാരണം കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ അതാ നമുക്ക് ചിക്കൻ കറിക്കുള്ള പണി തുടങ്ങുകയാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചതും ഒക്കെ ഉണ്ട്. കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വഴറ്റിയെടുത്ത് ഒന്നായി വരുമ്പോൾ സവോള ഇടാം. ഇട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പ് ഇട്ടതിന് ശേഷം മൂടി വെക്കാം. അപ്പം അടുത്തത് അതിനുള്ള കുറച്ച് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. അതിൽ കുരുമുളക് പൊടിയല്ല, മുഴുവൻ കുരുമുളകാണ്. ഗരം മസാല, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് കുതിർത്തിയത് കുറച്ച് ഒരു പിടി ഇട്ടിട്ടുണ്ട്. ഒരു പിടി ഇല്ല, പകുതി ഉള്ളൂ. അത് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ മാറ്റി വെക്കാം. പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി എല്ലാതും ഇട്ടിട്ട് നന്നായി ചേർത്ത് ഇളക്കണം. ചേർത്തതിന് ശേഷം തക്കാളി ഇട്ടിട്ട് ഇളക്കണം. തക്കാളി ലാസ്റ്റ് ഞാൻ ഇടുള്ളൂ കേട്ടോ. തക്കാളിയുടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മസാലപ്പൊടി ഒന്നും മൂത്ത് വരില്ലല്ലോ. അതായതിന് ശേഷം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ഇട്ട് ഇളക്കണം. നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടാറി ഇനി അതൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ അവിടെ പത്തിരിയും റെഡി ആവുന്നുണ്ട്. ചിക്കൻ കറി ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിലൊഴിക്കുകയാണ്. കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ വേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ചേർക്കണം.
പിന്നെ ഞാൻ എണ്ണയും വെളിച്ചെണ്ണ ഒന്നും പിന്നെ ഒഴിച്ചില്ല. കാരണം ഫസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കറി വെച്ചത്. അപ്പോൾ ഇതങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ പണി കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പത്തിരി പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ കറിയും ഇതൊക്കെ ആയി, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവർ കഴിക്കാൻ തുടങ്ങി മക്കൾ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഇൻഷാ അല്ലാ.